തലേന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് നല്ല രീതിയിൽ മദ്യപിച്ചാണ് ഗിരി വീട്ടിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ കെട്ടിറങ്ങാൻ കുറച്ചധികം സമയമെടുത്തു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഗിരിക്ക് ഭയങ്കര തലവേദന പോലെ. ചായയ്ക്ക് വേണ്ടി ഭാര്യ മാളുവിനെ വിളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സുഹൃത്ത് വരുൺ വെപ്രാളത്തോടെ അങ്ങോട്ടേക്ക് ഓടി വന്നത്. എടാ ഗിരി, എടാ ഗിരി! ഓടി വന്നതും അവൻ നായ കിതയ്ക്കും പോലെ കിതയ്ക്കാൻ തുടങ്ങി. എന്താടാ നേരം വെളുത്തപ്പോൾ തന്നെ നിലവിളിച്ചുകൊണ്ട് ഓടി വരുന്നത്? നിന്റെ ആരെങ്കിലും ചത്തോ? ഗിരി എന്ന ഗിരീഷ് അരിശത്തോടെ ചോദിച്ചു. എടാ എടാ മാളു, കിതച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ആ, അവളെ തന്നെയാണ് ഞാനും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ നാശം പിടിച്ചവൾ എവിടെ പോയി കിടക്കുന്നോ ആവോ. അവൻ ഇരുന്നിടത്ത് തന്നെ ഇരുന്നു കൊണ്ട് തല ചൊറിഞ്ഞു. അതല്ലടാ, ദാണ്ടേ മാളു അവിടെ റോഡിൽ കിടന്ന് മദ്യപിച്ച് ബോധമില്ലാതെ ബഹളമുണ്ടാക്കുന്നെന്ന്. ഒരു നിമിഷം തലയ്ക്ക് അടിയേറ്റതുപോലെ ഗിരീഷ് വരുണിനെ നോക്കി. ഞാൻ പറഞ്ഞത് ശരിയാടാ, ഞാൻ പറഞ്ഞത് സത്യമാണ്. സംശയമുണ്ടെങ്കിൽ നീ എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. മാളു അവിടെ കിടന്ന് ബഹളം വെക്കുകയാണ്. നീ ഒന്ന് വേഗം എഴുന്നേറ്റ് വന്നേ. സംഭവം സത്യമാണെന്ന് അവന്റെ വെപ്രാളം കണ്ടതും ഗിരിക്ക് മനസ്സിലായി. അവൻ പിന്നെ ഒരു നിമിഷം പോലും സമയം കളയാതെ അലസമായി കിടന്നിരുന്ന തന്റെ മുണ്ട് മുറുക്കിയെടുത്ത് മുറിക്കുള്ളിൽ പോയി ഒരു ഷർട്ടും എടുത്തിട്ട് അവൻ മുറിവിട്ടിറങ്ങി. അപ്പോഴും അവന്റെ കണ്ണുകൾ വീടിനുള്ളിലും വെളിയിലുമായി വെറുതെ പരതി നടന്നുകൊണ്ടിരുന്നു. അവന് തെറ്റുപറ്റിയതാകണേ എന്ന് മനസ്സിൽ വെറുതെ ആശിച്ചു. പക്ഷേ അവിടെയൊന്നും അവളുടെ പൊടി പോലും കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ടേബിളിൽ തലേന്ന് രാത്രി കൊണ്ടുവന്ന ഫുൾ ബോട്ടിൽ മദ്യക്കുപ്പി കാലിയായിരിക്കുന്നത് കണ്ടത്. എന്റെ സർവേശ്വര, സംഭവം സത്യമാണ്. അവന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. വീണ്ടും മുറിയിൽ ചെന്ന് ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ ഭദ്രമായി കിടത്തി പിൻവാതിലെല്ലാം അടച്ച് അവൻ വരുണിന്റെ ഒപ്പം പുറപ്പെട്ടു. നീ എന്താണ് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? വേഗം ഒന്ന് വന്നേ, ഇന്ന് ഞാൻ അവളെ കൊല്ലും. ചിന്തിച്ചു നിൽക്കുന്ന വരുണിനെ നോക്കിക്കൊണ്ട് കലിയടങ്ങാതെ ഗിരി പറഞ്ഞു. വരുണിനൊപ്പം മാളുവിനെ ലക്ഷ്യമാക്കി നടക്കുമ്പോൾ അവന്റെ ഉള്ളിൽ മാളുവിനെ കൊല്ലാനുള്ള ദേഷ്യമായിരുന്നു. തള്ളവിരൽ മുതൽ അവളോടുള്ള ദേഷ്യം അരിച്ചു കയറിക്കൊണ്ടിരുന്നു. ഗിരി, നീ അവിടെ ചെന്ന് അവിവേകം ഒന്നും കാണിക്കരുത്. മാളു മനഃപൂർവ്വം ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് നിനക്കും എനിക്കും അറിയാം. കൈബലം കാണിക്കാനാണെങ്കിൽ നിന്റെ ഒരു കൈക്കില്ല അവൾ, ഓർത്തു. അവൾക്കെന്തോ അബദ്ധം പറ്റിയതാകും, നീ അങ്ങ് ക്ഷമിക്ക്. അവന്റെ സ്വഭാവത്തെക്കുറിച്ച് നല്ല ധാരണ ഉള്ളതുകൊണ്ട് തന്നെ വരുൺ മുൻകൂറായി പറഞ്ഞു. എങ്കിലും ഗിരി മറുപടിയൊന്നും പറഞ്ഞില്ല. കുറച്ചു ദൂരം നടന്നതും അവർ ഇരുവരും സ്ഥലത്തെത്തി. മാളുവിനെ കണ്ടതും കലി കൊണ്ട് അവന്റെ ശരീരം മൊത്തത്തിൽ വിറച്ചു. മദ്യപിച്ച് സുബോധമില്ലാതെ റോഡിൽ കിടന്ന് എന്തൊക്കെയോ വിളിച്ചു കൂവുന്ന തന്റെ ഭാര്യയെ കണ്ടതും അവന്റെ കോപം ഇരട്ടിച്ചു. അവനെ കണ്ടതും ഏതോ പരിചിതനെ കണ്ടതുപോലെ അവൾ ഒന്ന് ചിരിച്ചു. ചുറ്റും കൂടിയവർ എന്തെല്ലാമോ അടക്കം പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. എല്ലാവരുടെ മുൻപിലും താനിപ്പോൾ ഒരു പരിഹാസ കഥാപാത്രമായിരിക്കുന്നു. അത്രയുമായപ്പോൾ അവന്റെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടു. പിടിച്ചു നിർത്താൻ ശ്രമിച്ച വരുണിന്റെ കൈ തട്ടിമാറ്റിക്കൊണ്ട് അവളുടെ മുഖം നോക്കി ഒരെണ്ണം അവനങ്ങ് പൊട്ടിച്ചു. അടിയുടെ ആഘാതത്തിൽ ആ നിമിഷം തന്നെ അവൾ താഴെ വീണു കഴിഞ്ഞിരുന്നു. കലിയടങ്ങാതെ അവൻ വീണ്ടും അവളുടെ നേരെ പാഞ്ഞുവെങ്കിലും വരുണും നാട്ടുകാരും ചേർന്ന് അവനെ പിടിച്ചു മാറ്റി. ഗിരി, നീ എന്തായി കാണിക്കുന്നത്? ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് അവളെ ഒന്നും ചെയ്യരുതെന്ന്. ഇനിയും അടിച്ചാൽ കൊലപാതക കുറ്റത്തിന് ബാക്കി കാലം ജയിലിൽ പോയി കിടക്കാം നിനക്ക്. ഇതിനാണോ നിന്നെ ഇങ്ങോട്ട് ഞാൻ കൊണ്ടുവന്നത്? ഇങ്ങനെ തല്ലിച്ചതയ്ക്കാനാണെങ്കിൽ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യം എനിക്കുണ്ടായിരുന്നോടാ. നീ ആദ്യം മാളുവിനെ എങ്ങനെങ്കിലും വീട്ടിൽ കൊണ്ടുപോകാൻ നോക്കടാ. പിന്നീട് നമുക്ക് സാവധാനം കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കാം. വരുണിന്റെ നിർബന്ധത്തിന് ഗിരിക്ക് വഴങ്ങുകയല്ലാതെ മറ്റു നിവർത്തി ഉണ്ടായിരുന്നില്ല. അപ്പോഴും നാട്ടുകാരുടെ മുന്നിൽ തന്നെ നാണം കെടുത്തിയ മാളുവിനോടുള്ള കലി അവന്റെ ഉള്ളിൽ അടങ്ങാതെ നിന്നു. ഒട്ടും മനസ്സലിവില്ലാതെ അവളുടെ കൈ പിടിച്ച് റോഡിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോകാൻ ഒരുങ്ങിയ ഗിരിയെ വീണ്ടും വരുൺ തടഞ്ഞു. നീ ഒരു മനുഷ്യനാണോടാ? അല്ല, എനിക്കൊരു സംശയം. നിനക്കാണോ അവൾക്കാണോ ഈ ബോധം നഷ്ടപ്പെട്ടത്? നീ ഒരു കാര്യം മനസ്സിലാക്കണം. മാളു റോഡിൽ കിടക്കുന്ന ചാവാൽപ്പെട്ടിയൊന്നുമല്ല ഇങ്ങനെ വലിച്ചിഴച്ചു കൊണ്ടുപോകാൻ. അവളൊരു സ്ത്രീയാണ്. അതിലുപരി നീ താലി കെട്ടിയ പെണ്ണും. നിന്റെ പോലുള്ള ശാരീരിക ബലമൊന്നും അവൾക്കില്ല. അതാദ്യം മനസ്സിലാക്കടാ. ഗിരിയെ തടഞ്ഞുകൊണ്ട് മാളുവിനെ പൊക്കിയെടുക്കാൻ പറഞ്ഞതും ഗിരിയുടെ സഹായത്തിനായി അവളുടെ കാലിൽ പിടിച്ചത് വരുണായിരുന്നു. അവളെയും താങ്ങി പിടിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ ആരെയും കാണാതെ മോൾ വാവിട്ട് കരയുന്നുണ്ടായിരുന്നു. അത് കണ്ടെന്നുകൂടി നടിക്കാൻ അപ്പോൾ ഗിരിയുടെ മനസ്സ് അനുവദിച്ചില്ല. അത് കണ്ടതും മാളുവിനെ പായൽ കിടത്തി മോളെ മടിയിലിരുത്തി ആശ്വസിപ്പിച്ചതും വരുണാണ്. ഗിരി, നീ ഇങ്ങനെ വിഷമിച്ചാലോ?
മാളുവിന് ആദ്യം ബോധം വറ്റടാ, എന്നിട്ട് നമുക്കെല്ലാം ചോദിച്ചു മനസ്സിലാക്കാമടാ. ഗിരിയുടെ ഇരിപ്പ് കണ്ട് വരുൺ സമാധാനിപ്പിച്ചു. ഓ, ഇനി എന്ത് ചോദിച്ചറിഞ്ഞിട്ടും എന്തിനാടാ? നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ നാണം കെട്ടില്ലേ? അവന്റെ കലി അപ്പോഴും ശമിച്ചിട്ടുണ്ടായിരുന്നില്ല. മാളുവിനോടുള്ള വെറുപ്പ് അവന്റെ വിരൽത്തുമ്പിൽ പോലും ജ്വലിച്ചുകൊണ്ടിരുന്നു. കുറച്ചുനേരം അവർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു. അതിനെ മറികടന്ന് സംസാരിച്ചു തുടങ്ങിയത് വരുണായിരുന്നു. രാ രാ ഗിരി, നീ ഇന്നലെയും കുടിച്ചിട്ടാണല്ലേ വന്നത്? ആ ചോദ്യം ആ സന്ദർഭത്തിൽ തീരെ പ്രതീക്ഷിക്കാത്തത് കൊണ്ടാകാം അവനൊന്ന് വരുണിനെ സൂക്ഷിച്ചു നോക്കി. ആ, കുറച്ച് കഴിച്ചിരുന്നു. കുറച്ചേ കഴിച്ചുള്ളൂ. എങ്കിൽ നടന്നതെല്ലാം നിനക്ക് നല്ലപോലെ ഓർമ്മ കാണുമല്ലോ. നീ ഇന്നലെ എപ്പോഴാ വീട്ടിലേക്ക് വന്നത്? ഇവനെന്താ പോലീസുകാരെ പോലെ ചോദ്യം ചെയ്യുന്നത് എന്ന് ആദ്യം തോന്നിയെങ്കിലും എപ്പോഴാ വന്നതെന്ന് അവൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഇന്നലെ നല്ലപോലെ ഫിറ്റായാണ് വന്നത് എന്നല്ലാതെ മറ്റൊന്നും തന്നെ ഓർമ്മയില്ല. കൂട്ടുകാരെല്ലാം നിർബന്ധിച്ച് കുടിപ്പിച്ചതാണ്. നടക്കാൻ വയ്യാതെ ആയപ്പോൾ അവർ തന്നെയാണ് പൊക്കിയെടുത്ത് കൊണ്ടുവന്നത്. ഇതെല്ലാം ഇവനോട് എങ്ങനെ പറയും? ഒരുപാട് ആലോചിച്ച് കഷ്ടപ്പെടേണ്ട ഗിരീഷേ നീ. നിനക്കൊന്നും ഓർമ്മ കാണില്ല. കാരണം സ്വബോധത്തിന്റെ ഒരു നേരിയ കണിക പോലും നിന്നിൽ ഇന്നലെ അവശേഷിച്ചിരുന്നില്ല. നിന്നെ കാണാതെ പേടിച്ചു വിറച്ച് മാളു എന്നെ വിളിക്കുമ്പോൾ സമയം എത്രയെന്ന് നിനക്കറിയാമോ? അറിയാമോടാ? രാത്രി 12 മണി. അന്നേരം തന്നെ ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടു. അപ്പോഴേക്കും നിന്റെ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് നിന്നെ ഇവിടെ കൊണ്ടാക്കി. മദ്യത്തിൽ ആറാടി അവർക്കും ബോധം ഉണ്ടായിരുന്നില്ല. അത് കേട്ടതും ഗിരീഷ് അവനെ ലജ്ജയോടെ നോക്കി. എടാ ഒരുപാട് സുഖവും സന്തോഷവും എല്ലാം വേണ്ടെന്ന് വെച്ച് നിനക്ക് വേണ്ടി മാത്രം ഇറങ്ങി വന്നവളാണ് മാളു. ഇങ്ങനെ കുടിച്ചു കൂത്താടി സ്വന്തം കാര്യം മാത്രം ചിന്തിച്ച് നടക്കുമ്പോഴേ നീ ഒരിക്കലെങ്കിലും നീ അവളുടെ മനസ്സ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോടാ? സ്വന്തം വീട്ടുകാരോട് പോലും ഇതൊന്ന് പറഞ്ഞു കരയാൻ കഴിയാതെ ആ പാവം എല്ലാം ഉള്ളിലൊതുക്കി എത്ര നീറുന്നുണ്ടെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോടാ? ഉണ്ടോടാ? ഈശ്വരനെ സാക്ഷി നിർത്തി നിനക്ക് അവളുടെ കൈ പിടിച്ചേൽപ്പിച്ചെന്നത് ഞാനല്ലേടാ. ആ സ്ഥാനം അന്നു മുതൽ അവൾ എനിക്ക് തന്നിട്ടുണ്ട്. അന്നു മുതൽ സ്വന്തം ഏട്ടൻ എന്ന പോലെയാണ് മാളു എന്നെ കണ്ടിട്ടുള്ളത്. അവളുടെ ആ ഏട്ട എന്നുള്ള വിളിയിൽ ഒരു അനുജത്തിയോടുള്ള വാത്സല്യം എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. ഒരമ്മയുടെ വയറ്റിൽ പിറന്നില്ലെങ്കിലും അവൾ എനിക്ക് എന്റെ സ്വന്തം കൂടപ്പുറപ്പ് തന്നെയാടാ. അതൊക്കെ എനിക്കും അറിയാവുന്നതല്ലേ. പക്ഷേ ഇങ്ങനെ മദ്യപിച്ച് സ്വന്തം ഭാര്യ റോഡിൽ കിടന്നഴിഞ്ഞാടുന്നത് ഏത് ഭർത്താവിനാടാ സഹിക്കാൻ കഴിയുക? ഗിരി സ്വന്തം ഭാഗം ന്യായീകരിച്ചു. ഓ, അത് ശരി. നീ എന്താ കരുതി വെച്ചിരിക്കുന്നത്? ആണുങ്ങൾക്ക് മാത്രമേ ഈ ആത്മാഭിമാനവും അന്തസ്സും നാണക്കേടും എല്ലാം ഉണ്ടാകത്തുള്ളൂ എന്നാണോ? ഗിരി ഒന്നും മിണ്ടിയില്ല. ഇന്നൊരൊറ്റ ദിവസം മാത്രം മാളുവിനെ ആ അവസ്ഥയിൽ കണ്ടപ്പോ നിനക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ടു എന്ന് തോന്നലുണ്ടായി അല്ലേ? അപ്പോൾ കല്യാണം കഴിഞ്ഞ് അന്നു മുതൽ മദ്യപിച്ച് ലക്കുകെട്ട് നടക്കുന്ന തന്റെ ഭർത്താവിനെ ഓർത്ത് അവൾ എത്ര വേദനിച്ചിട്ടുണ്ടാകുമെടാ. മറ്റുള്ളവരുടെ മുമ്പിൽ അവൾ എത്ര നാണം കെട്ടിട്ടുണ്ടാകും. എന്നിട്ടും അവൾ നിന്നെ ചീത്ത വിളിച്ചിട്ടുണ്ടോ? ഉണ്ടോടാ? ഇന്ന് നീ ചെയ്ത പോലെ അവൾ നിന്നെ തല്ലിയിട്ടുണ്ടോ? ആണുങ്ങൾ ചെയ്യുന്ന പോലെ ആണോടാ ഈ പെണ്ണുങ്ങൾ? ഓഹോ, അതെന്താ? ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോഴേ ആണുങ്ങൾക്ക് ദൈവം കൊമ്പും തുമ്പിക്കൈ നൽകിയിരുന്നോടാ ഇത്രയും മേൽക്കോയ്മ കാണിക്കാൻ? തെറ്റ് ആര് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. ഈ സ്ത്രീകളെന്ന് പറയുന്നത് മനുഷ്യജന്മം തന്നെയാണ്. താലി കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിന്റെ കണ്ണീര് വീഴ്ത്താതെ നോക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ ആ പണിക്ക് നിൽക്കരുതായിരുന്നു. നീ നിന്റെ മോളുടെ മുഖത്തേക്ക് തന്നെ ഒന്ന് നോക്കിയേ. അവക്കൊരു അച്ഛനോടുള്ള സ്നേഹമല്ല, മറിച്ച് ഏതോ ഒരു അപരിചിതനെ കണ്ട ഭയമാണ് ആ കുഞ്ഞിന്റെ മുഖത്ത്. അത് സത്യമാണെന്ന് ഗിരീഷിനും മനസ്സിലായി. ഞാൻ ഇന്നലെ ഇവിടെ കൃത്യസമയത്ത് എത്തിയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതിയെന്ന് നിനക്കറിയുമോ ഗിരി? സുന്ദരിയായ ഒരു പെണ്ണിനെ തനിച്ചു കിട്ടിയാലുള്ള ചില തന്തയില്ലാത്തവന്മാരുണ്ട്. അവന്മാരുടെ മനോഭാവം നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ. സ്വബോധം നഷ്ടമായി നിൽക്കുന്ന നിന്റെ കൂട്ടുകാർ എന്ന് പറഞ്ഞ ആ ചെറുത്താന്മാരെ കാമവെറിയോടെ നിന്റെ ഭാര്യയുടെ നേർക്കും ചെന്നു. സംരക്ഷിക്കേണ്ട ഭർത്താവ് ഒരുത്തൻ ബോധമില്ലാതെ അവർക്ക് മുന്നിൽ തന്നെ കിടക്കുമ്പോൾ പിന്നെ അവർ ആരെ ഭയക്കാനാണടാ? മാളവും നിന്റെ മോളും കരയുന്നത് കേട്ടാണ് ഞാൻ ഓടിച്ചെന്നത്. ആ സമയത്ത് ഞാൻ എത്തിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ വരുൺ പറഞ്ഞു തീർന്നതും ഗിരിയുടെ കണ്ണുകൾ രണ്ടും ഇറുക്കിയടച്ചു. ഒപ്പം അവരോടുള്ള പകയും മനസ്സിനെ അലട്ടി. ഈശ്വര, എന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നവൾ. അവളില്ലാത്ത ഒരവസ്ഥ തനിക്ക് ചിന്തിക്കാൻ പോലും ആകില്ല. നിന്നെ വിഷമിപ്പിക്കാനല്ല ഞാൻ ഇതെല്ലാം പറഞ്ഞത്. പക്ഷേ തണലാകേണ്ട നീ തന്നെ ഇങ്ങനെ മദ്യത്തിന് അടിമപ്പെട്ടത് കൊണ്ടല്ലേ നിന്റെ പെണ്ണിനെ തൊടാൻ മറ്റുള്ളവർ ധൈര്യപ്പെട്ടത്? അതെ, തന്റെ മദ്യപാനമാണ് എല്ലാത്തിനും കാരണമായത്. അവന് കുറ്റബോധം തോന്നി. പിന്നെ
പിന്നെ ഒരു കാര്യം കൂടി പറയാം. അവൾ ഒരു തുള്ളി മദ്യം പോലും കഴിച്ചിട്ടില്ല. നിന്നെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി തരാൻ ഞാൻ പറഞ്ഞിട്ടാണ് അവൾ ഇതൊക്കെ ചെയ്തത്. പക്ഷേ കാര്യം അറിയാതെ നീ ആ പാവത്തിനെ അടിച്ചു. അതുകൂടി കേട്ടതും കുറ്റബോധം കൊണ്ട് അവന്റെ മനസ്സ് നേറി. ഒന്ന് കരയാൻ പോലും കഴിയാതെ അവൻ വേഗം മാളുവിന്റെ അടുത്തേക്ക് ചെന്നു. തന്റെ വിരൽപ്പാടുകൾ കവിളിൽ വ്യക്തമായി പതിഞ്ഞു കിടക്കുന്നു. ഇടവേളയില്ലാതെ കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അത്ര സമയം അടക്കി വെച്ച കണ്ണുനീർ അന്നേരം അവന്റെ കണ്ണുകളിൽ നിന്ന് അടർന്നു വീണു. അവളെ കോരിയെടുത്ത് അവൻ തന്റെ മാറോട് ചേർത്തു. എന്നോട് പൊറുക്കുമാളൂ, ഇനി ഞാൻ നിന്നെ കരയിക്കില്ല. നീയില്ലാത്ത ജീവിതം എനിക്ക് സങ്കല്പിക്കാൻ പോലും ആകില്ല. മദ്യത്തെക്കാൾ എനിക്ക് ലഹരി നീയാണ്, എന്റെ കുടുംബമാണ്. അതും പറഞ്ഞ് അവൻ കരയുമ്പോൾ അവളും നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞുപോയി. അത് നോക്കി നിന്ന വരുണിന്റെയും കണ്ണുകൾ എന്തിനെന്നറിയാതെ നിറഞ്ഞു.